എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ഇന്ന് വ്യാസകൃതിയായ മഹാഭാരതം പരിചയപ്പെടുത്തുന്നു. ഭാരതത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ മുഖ്യ ഉറവിടമായ മഹാഭാരതം വ്യാസമഹർഷിയുടെ പ്രധാന കൃതിയാണ്. വേദങ്ങളെ നാലായി പകുത്തതും 18 പുരാണങ്ങളും ബ്രഹ്മസൂത്രവും രചിച്ചതും വ്യാസമഹർഷിയാണെന്ന് കരുതിപ്പോരുന്നു. 1.25 ലക്ഷം ശ്ലോകങ്ങളിലായി ആയിരക്കണക്കിന് കഥാപാത്രങ്ങളും നൂറുകണക്കിന് ഉപകഥകളുമുള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണ് മഹാഭാരതം. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഈ പുരാണത്തിൻ്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത. കൃഷ്ണ ദ്വൈപായനൻ എന്നാണ് വ്യാസമഹർഷിയുടെ യഥാർത്ഥ നാമധേയം. കാളി എന്നൊരു മുക്കുവപ്പെണ്ണിൻ്റെയും പരാശരമുനിയുടെയും പുത്രനായിരുന്നു അദ്ദേഹം. സ്വന്തം പൗത്രന്മാരായ പാണ്ഡവ കൗരവരുടെ അധികാര വടംവലിയുടെയും ധർമ്മയുദ്ധത്തിൻ്റെയും കഥയാണ് വ്യാസമഹർഷി പക്ഷപാതമില്ലാതെ മഹാഭാരതത്തിലൂടെ പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ ധർമ്മരക്ഷയ്ക്കായി നിന്നു, അത് ജയിക്കുകയും ചെയ്തു. വേദസത്യങ്ങളാണ് മഹാഭാരതത്തിൽ ഉള്ളത്. അതിനാൽ ഈ കൃതി പഞ്ചമ വേദമെന്ന് അറിയപ്പെടുന്നു. വ്യാസ മഹർഷിക്ക് അംബിക, അംബാലിക എന്നീ രാജകുമാരിമാരിലുണ്ടായ പുത്രന്മാരായിരുന്നു ധൃതരാഷ്ട്രരും പാണ്ഡുവും. മൂത്ത പുത്രനായ ധൃതരാഷ്ട്രർ അന്ധനായിരുന്നതുകൊണ്ട് പാണ്ഡുവും രാജ്യം ഭരിച്ചു. എന്നാൽ അവരുടെ മക്കളായ കാലം വന്നപ്പോൾ രാജ്യഭരണത്തിനായി ഷണ്ഡ ആരംഭിക്കുന്നു. ധൃതരാഷ്ട്രപുത്രന്മാർ 100 പേരുണ്ടായിരുന്നു. അവർ കൗരവർ എന്ന് അറിയപ്പെടുന്നു. പാണ്ഡുവിൻ്റെ മക്കളായ 5 പേരാണ് പഞ്ചപാണ്ഡവന്മാർ എന്ന് അറിയപ്പെടുന്നത്. പാണ്ഡവർക്ക് പകുതി രാജ്യമെങ്കിലും നൽകേണ്ടി വരുമെന്ന് മനസ്സിലാക്കി കൗരവരിൽ മൂത്തവനായ ദുര്യോധനൻ അമ്മ കുന്തിയോടൊപ്പം 5 പുത്രന്മാരെയും വകവരുത്താൻ തീരുമാനിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട പാണ്ഡവന്മാർ മാതാവുമൊത്ത് കാട്ടിൽ രഹസ്യമായി താമസിച്ചു. അക്കാലത്ത് പാഞ്ചാലപുത്രിയായ ദ്രൗപദിയെ അവർക്ക് ഭാര്യയായി ലഭിച്ചു. പാണ്ഡവരിൽ മുതിർന്നവനായ യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനായിരുന്നു. ഭീമനാണ് രണ്ടാമൻ. അതികായനും ആനയെപ്പോലെ ബലവാനുമായ ഇദ്ദേഹം ഗദായുദ്ധത്തിൽ അദ്വിതീയനായിരുന്നു. അർജുനൻ ഭഗവാൻ കൃഷ്ണൻ്റെ ഉറ്റത്തോടനും ഭക്തനും വില്ലാളിയുമായിരുന്നു. സത്യത്തിൽ അർജുനനാണ് പാഞ്ചാലിയെ വിവാഹം ചെയ്തിട്ടുള്ളത്. എന്നാൽ അമ്മ കുന്തിയുടെ ഉപദേശപ്രകാരം ദ്രൗപദി നകുല സഹദേവന്മാരടക്കം 5 പേർക്കും ഭാര്യയായി തീരുകയാണ് ഉണ്ടായത്. പാഞ്ചാലി സ്വയംവരത്തോടെ പാണ്ഡവന്മാർ ജീവിച്ചിരിക്കുന്നു എന്ന വിവരം കൗരവർ അറിയുന്നു. അവർ മറ്റൊരു ചതിക്ക് കളമൊരുക്കാനായി പാണ്ഡവരെ വീണ്ടും നാട്ടിലേക്ക് ക്ഷണിച്ചു. ഇന്ദ്രപ്രസ്ഥം എന്ന സ്ഥലത്താണ് അവർ ഇത്തവണ താമസിച്ചത്. കൗരവരുടെ അമ്മാവനായ ശകുനി ഒരുക്കിയ കള്ളച്ചൂതുകളിയിൽ വാദിച്ച് സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടതോടെ അവർ ഭാര്യ ദ്രൗപദിയെയും പണയം വെച്ചു. ഭർത്താക്കന്മാർ 5 പേരും നോക്കി നിൽക്കെ കൗരവരിൽ രണ്ടാമനായ ദുശാസനൻ പാഞ്ചാലിയെ പരസ്യമായി പീഡിപ്പിച്ചു. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട പാണ്ഡവർ വീണ്ടും കാടുകയറി. പാണ്ഡവർക്കു വേണ്ടിയുള്ള കൃഷ്ണൻ്റെ അനുരഞ്ജന ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. കൗരവർ അസാൻമാർഗത്തിലൂടെയും അഹങ്കാരത്തിലൂടെയും പുളയ്ക്കുകയായിരുന്നു. ഒടുവിൽ അനിവാര്യമായ മഹാഭാരത യുദ്ധം വന്നെത്തി. കുരുക്ഷേത്ര യുദ്ധം സത്യവാദിയായ യുധിഷ്ഠിരനും സഹോദരന്മാർക്കുമൊപ്പം കൃഷ്ണൻ ആയുധമെടുക്കാതെ അർജുനൻ്റെ തേരാളിയായി മാത്രം നിന്നു. മറുപുറത്ത് ധാരാളം രാജാക്കന്മാരും ഗുരുക്കന്മാരും അണിനിരന്നു. എന്നിട്ടും 18 ദിവസം നീണ്ടുനിന്ന മഹായുദ്ധത്തിൽ പാണ്ഡവപക്ഷം വിജയിക്കുന്നു. കൗരവർ 100 പേരും വധിക്കപ്പെടുന്നു. പാണ്ഡവർക്കും മക്കളും ബന്ധുക്കളും അടക്കം വളരെ പേർ നഷ്ടപ്പെട്ടു. അവർക്കും ആഹ്ലാദിക്കാൻ കഴിഞ്ഞില്ല. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര ഭൂമി മാത്രമല്ല, വിജയിച്ച പാണ്ഡവർ ഭരണം നടത്തിയ ഹസ്തിനപുര രാജധാനിയും ശവപ്പറമ്പ് പോലെ കാണപ്പെട്ടു. 100 മക്കളും മരിച്ച ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും ദുഃഖം എങ്ങനെ വിവരിക്കാൻ കഴിയും? അവർ രാജ്യം ഉപേക്ഷിച്ച് വനത്തിലേക്ക് യാത്രയായി. മഹായുദ്ധം വഴി മക്കൾ നേടിയ രാജകീയ സുഖങ്ങൾ അനുഭവിക്കാൻ നിൽക്കാതെ കുന്തിയും അവരോടൊപ്പം തപസ്സിനായി പോയി. ആ വയോധികർ 3 പേരും ഒരു കാട്ടുതീയിൽപ്പെട്ട് ദയനീയമായി കൊല്ലപ്പെട്ടു. ഒടുവിൽ ചെറുമകനായ പരീക്ഷിത്ത് രാജ്യഭാരം പരീക്ഷത്തിന് നൽകി പാണ്ഡവർ പാഞ്ചാലിയുമൊത്ത് കാടുകയറി. വാനപ്രസ്ഥം എന്നറിയപ്പെടുന്ന ഈ യാത്രയിൽ പാഞ്ചാലി, സഹദേവൻ, നകുലൻ, അർജുനൻ, ഭീമൻ എന്ന ക്രമത്തിൽ ഓരോരുത്തരും മരിച്ചു വീഴുന്നു. മരണം അനിവാര്യമാണെന്നറിഞ്ഞിരുന്ന അവരിലാരും മരിച്ചു വീണവരെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ഒടുവിൽ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരനെ ഇന്ദ്രൻ തേരിലേറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. മറ്റുള്ളവരുടെ ആത്മാവും ഇതിനകം സ്വർഗം പൂകിക്കഴിഞ്ഞു. ജീവിതം ദുഃഖപൂർണമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ സത്യധർമ്മങ്ങൾക്കൊപ്പം നിൽക്കാൻ മാനവർക്ക് വഴികാട്ടുകയാണ് മഹാഭാരതം. എല്ലാവർക്കും നന്ദി.